മലപ്പുറത്ത് നവവധുവായ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആമയൂർ സ്വദേശിയായ ഷൈമ സിൻവറാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30-യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പിതാവിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഷൈമ താമസിച്ചിരുന്നത്. 2 വർഷം മുമ്പ് പിതാവ് ഹൃദയാഘാതം കാരണം മരണപ്പെട്ടിരുന്നു. പിതാവ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈമയുടെ നിക്കാഹ് നടന്നത്. മതപരമായ ആചാരങ്ങൾ പ്രകാരമായിരുന്നു ചടങ്ങ്. നിക്കാഹ് കഴിഞ്ഞുവെങ്കിലും പെൺകുട്ടിയെ പക്ഷേ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നില്ല. ഇതിനു പിന്നാലെയാണ് ഇന്നലെ ഷൈമയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഷൈമയുടെ കടുംകൈ അറിഞ്ഞ് ബന്ധുക്കൾ നിലവിളിക്കുകയും പിന്നാലെ നാട്ടുകാർ ഓടിയെത്തി ഷൈമയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തെങ്കിലും രക്ഷിക്കാനായില്ല. എന്നാൽ ഷൈമയുടെ അയൽവാസിയായ 19-കാരൻ പെൺകുട്ടിയുടെ വിയോഗ വാർത്ത അറിഞ്ഞതിനു പിന്നാലെ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടുകാർ കണ്ടെത്തിയതോടെ ആശുപത്രിയിലേക്ക് മാറ്റിയ ഇയാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. 3 ദിവസം മുമ്പ് നടന്ന നിക്കാഹിന് പെൺകുട്ടിക്ക് സമ്മതക്കുറവുണ്ടായിരുന്നുവെന്നാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. വീടിന് സമീപത്തുള്ള യുവാവുമായി പെൺകുട്ടി ഇഷ്ടത്തിലായിരുന്നു. ആൺ സുഹൃത്തായ ഈ 19-കാരനെ വിവാഹം കഴിക്കാനായിരുന്നു കുട്ടിക്ക് താല്പര്യം. പക്ഷേ അതും നടന്നില്ല. മറ്റൊരാളുമായുള്ള വിവാഹമാണ് വീട്ടുകാർ ഉറപ്പിച്ചത്. താല്പര്യമില്ലാത്ത വിവാഹം നടന്നതിന്റെ മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടിയെന്നും ഇതേ തുടർന്ന് ജീവൻ ഒടുക്കിയെന്നുമാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് പറയുന്നു. ഇതിനിടെയാണ് 19-കാരനായ യുവാവ് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പെൺകുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ടെന്നാണ് വിവരം. വീട്ടുകാരുടെയും അയൽക്കാരുടെയും മൊഴി ശേഖരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ മൊഴി എടുക്കുന്നതിലേക്കുൾപ്പെടെ പോലീസ് അടുത്ത ദിവസം കടക്കും. ജീവനൊടുക്കിയ മുറിയും വിശദമായി പരിശോധിക്കും.